ഗ്ലൂട്ടാതയോൺ വരെ മാറി നിൽക്കുന്ന അത്രമാത്രം റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്ക് പറഞ്ഞു തരട്ടെ. സിമ്പിളാണ്, പക്ഷെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്. അതുമാത്രമല്ല, നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. വെയിലേറ്റ് മുഖം കരിവാളിച്ചിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് നമ്മുടെ നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയി നിറം വീണ്ടെടുക്കാനും സോഫ്റ്റ് ആക്കാനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക്. ഡ്രൈ സ്കിൻ ഉള്ളവരും നോർമൽ സ്കിൻ ഉള്ളവരും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഈ ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ഞാൻ പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓൾറെഡി മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാധാരണ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ട് ഇതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി നമ്മുടെ പാക്കിൻ്റെ ഒരു ടെക്സ്ചറും കളറും ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. സോ ഞാനിവിടെ ബ്രൂവിൻ്റെ ഒരു സാഷയിൽ നിന്ന് പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ വേറൊരു പാക്കിന് വേണ്ടിയിട്ട് ബാക്കി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരുടെയിലും കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇൻഎക്സ്പെൻസീവ് ആണ്. അതുമാത്രമല്ല, സ്കിന്നിന് ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയും സൂപ്പർ വർക്കിംഗ് ആണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഇതിനേക്കാളും അപ്പുറത്തൊരു പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രമാത്രം റിസൾട്ട് തരുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാല് പറ്റത്തില്ല, സെൻസിറ്റീവ് സ്കിന്നാണ് പാലിനോട്, അതുപോലെ തന്നെ നമുക്ക് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് പാല് സെറ്റാവില്ല, പാല് യൂസ് ചെയ്യുമ്പോൾ മുഖക്കുരു വരുന്നൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പാല് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഡ്രൈ സ്കിന്നാണ്, നിങ്ങൾക്ക് സ്കിന്നിനൊരു നറിഷ്മെൻ്റ് ആണ് വേണ്ടതെങ്കിൽ പാല് അല്ലെങ്കിൽ തൈര് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പാല് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾ പാല് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എടുക്കണം. കാര്യം വേറൊന്നുമല്ല, സ്കിന്നിന് നന്നായിട്ട് നറിഷ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് തേൻ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. തേനിപ്പോൾ നിങ്ങൾ റോസ് വാട്ടർ എടുത്താലും പാലെടുത്താലും തേൻ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ 3 ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഒരു ഇൻഗ്രീഡിയൻറ്റും സ്കിപ്പ് ചെയ്യരുത്. ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാം പാലിന് പകരമായിട്ട്. അല്ലാണ്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കംപ്ലീറ്റ്ലി അങ്ങ് സ്കിപ്പ് ചെയ്യരുത്. തേൻ എടുത്തിട്ടുണ്ട്, നമ്മൾ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും നമ്മൾ എടുക്കണം. ഇനി പാല് സെറ്റാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി തൈര് സെറ്റാവുന്നവരാണെങ്കിൽ തൈര് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാം, നിറം വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ, അത് ആവശ്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. 3 മുതൽ 4 ദിവസം വരെ യൂസ് ചെയ്യുക. എന്നാലാണ് ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ അറിയാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ കൂടിയിട്ട് വല്ലപ്പോഴൊക്കെയാണ് പാക്ക് ഇടുന്നതെങ്കിൽ അതിൻ്റെ ഒരു നമുക്കുണ്ടാകുന്ന മാറ്റം വളരെ ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡെയിലി യൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു 4 ദിവസം ഒന്നിടവിട്ടിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും ആ ഒരു 7 ദിവസത്തെ ഒരു ഗ്യാപ്പ് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്ന് അടിപൊളിയായിട്ടുണ്ടാവും. ഒറ്റ ദിവസത്തിൽ തന്നെ എല്ലാം അങ്ങ് മാറും എന്നല്ല, ബട്ട് നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും എന്തായാലും ബെറ്റർ ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ക്ലീനാക്കിയ ഫേസിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സോഫ്റ്റാണ്. ഇതിൽ ഹാർഷായിട്ടുള്ള ഒരു പാർട്ടിക്കിൾസും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കോഫി ആണെങ്കിൽ പോലും അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് പാലിലും അല്ലെങ്കിൽ റോസ് വാട്ടറിലോ എന്തിലാണോ മിക്സ് ചെയ്യുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും അലിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു
സ്മൂത്ത് ആയിട്ടുള്ള ലിക്വിഡ് കൺസിസ്റ്റൻസി ആയി മാറിയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. കോഫി നല്ലോണം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ നേരത്തെ മെഷർമെൻറ്റ് പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ നമ്മുടെ പാക്ക് കംപ്ലീറ്റ്ലി വന്നിട്ട് നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കണം. ഒരു കട്ടിയായിട്ട് കുഴച്ചെടുക്കരുത്, ഒരുപാട് കോഫി ചേർത്തിട്ട് അങ്ങനെ എടുക്കരുത്. പാലിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. തിന്നായിട്ടുള്ള ലെയർ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. റോസ് വാട്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ഹണി ചേർക്കുന്നുണ്ട്, അത് നന്നായിട്ട് സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യും. സോ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകുക, നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസേഷൻ വലിച്ചെടുക്കുക, അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല തേൻ ചേർക്കുന്നതുകൊണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നാലാവുമല്ലോ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നത്. കൂടുതൽ പാലും അതുപോലെ കൂടുതൽ കോഫി പൗഡറൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് കഴുത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ കയ്യിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാലിലുമൊക്കെ സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. സോ നിങ്ങൾക്ക് സൺ ടാൻ ഉണ്ട് എന്ന് തോന്നിയാൽ കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു മാച്ചിങ് ഉണ്ടാവുള്ളൂ. മുഖവും കൈയും കാലും കഴുത്തും എല്ലാം കൂടെ നന്നായിട്ട് മാച്ചിങ് ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും വെച്ചേക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഇനി കോഫിയുടെ സ്റ്റെയിൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്യരുത്. കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി അത് വെച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഇനി കടലമാവില്ല എന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യാം. അരിപ്പൊടിയൊന്നും എടുക്കരുത്, അരിപ്പൊടിയിലൊക്കെ നല്ല തരിയുള്ളതായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ചെറുപയറിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ അതിൽ ചെറിയ തരികളുണ്ടാവും. തരികളില്ലാത്ത മാവ് പോലത്തെ കടലമാവാകുമ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റാണ്, വളരെ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസാണ്. മുൾട്ടാണി മിട്ടി ഓൾസോ അങ്ങനെയാണ്. നല്ല ഫേസ് വാഷായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് വെച്ച് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മുടെ സാധാരണ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഫേസ് വാഷ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ളത്, അത് നിങ്ങൾ യൂസ് ചെയ്യരുത് ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം. ഇനി നിങ്ങൾക്ക് ഉടനെയാണ്, അല്ലാതെ നിങ്ങൾക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു 12 hours കഴിഞ്ഞിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അതുവരെ നമ്മൾ സാധാരണ നാച്ചുറലായിട്ടുള്ള ഹെർബലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആഫ്റ്റർ കെയറും നിങ്ങൾക്ക് മനസ്സിലായി, എങ്ങനെയാണ് പാക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്കിത് വാഷ് ചെയ്യേണ്ട രീതിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇട്ട് കൊടുക്കണം. ഇനി ഒട്ടും സമയമില്ലാത്തവരാണെങ്കിലും ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ പ്രോബ്ലമൊക്കെ മാറിക്കഴിഞ്ഞിട്ടും നിങ്ങൾ ഒരാഴ്ചയിൽ 2 ദിവസം വരെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കെയർ ചെയ്ത് കൊണ്ട് നടക്കാം. നമ്മുടെ സ്കിന്നാണ്, നമ്മളെപ്പോഴും കെയർ ചെയ്യണം. ഒരു ദിവസം മാത്രം കെയർ ചെയ്തിട്ട് പിന്നെ എന്ത് വേണോ ആവാമെന്നുള്ളതല്ലല്ലോ. നമ്മളെപ്പോഴും കെയർ ചെയ്ത് വെച്ചേക്കുക. സൂപ്പർ റിസൾട്ടാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.